എന്തിനായിരുന്നു ഡാലിയ ഈ പ്രവൃത്തി? തെറ്റ് ചെയ്തത് നമ്മളാണ്, അല്ലാതെ അല്ലി ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ദീപു പോയതും പൊട്ടിത്തെറിച്ചുകൊണ്ട് വിനു പറഞ്ഞു. എന്തേ, അവൾക്ക് നോവുമെന്ന് വന്നപ്പോൾ സഹിക്കുന്നില്ലേ? വിനുവിൻ്റെ പ്രതികരണം എന്താവുമെന്നോർത്ത് ഉള്ളിൽ അല്പം പേടി തോന്നിയെങ്കിലും പുറത്തു കാണിക്കാതെ ചോദിച്ചു ഡാലിയ. ലോകത്ത് ഒരു ഭാര്യയും സഹിക്കാത്ത പ്രവൃത്തിയാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. നിന്നിൽ ഭ്രമിച്ച് അല്ലിയെ മറന്നുപോയ ഞാനാണ് തെറ്റുകാരൻ. എന്തുകൊണ്ടും അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാനും എനിക്ക് തോന്നിയില്ല. അതൊക്കെ കഴിഞ്ഞു. നമ്മൾ ജീവിക്കാൻ വിട്ട് അല്ലി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ വീണ്ടും എന്തിനാണ് അവൾ പിന്നാലെ നടന്ന് ദ്രോഹിക്കുന്നത്? അവളെ വിട്ടേക്ക്, അവളെ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. ആ കൂടെ എൻ്റെ കുഞ്ഞും. എന്തും ഞാൻ നേരിടുമെന്ന ഭാവത്തിൽ ഡാലിയുടെ കൈയും കെട്ടിയുള്ള നിൽപ്പ് കണ്ട് അസഹ്യതയോടെ, ഉള്ളിൽ ഉരുത്തിരിയുന്ന വേദനയോടെ വിനോദ് പറഞ്ഞു. അവളിപ്പോൾ മറ്റൊരുത്തൻ്റെ ഭാര്യയാണ് വിനു. അതുകൊണ്ട് എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല. പക്ഷേ ആ കുഞ്ഞ് അത് ഈ ലോകത്ത് പിറന്നാൽ പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ സ്ഥാനം എന്താവും? ഇപ്പോൾ തന്നെ നിന്റെ വീട്ടുകാർ പറയുന്നത് അരമന വീടിൻ്റെ അവകാശി അല്ലിയുടെ വയറ്റിലുള്ള കുഞ്ഞാണെന്നാണ്. അപ്പം ആ കുഞ്ഞ് പിറക്കാതിരുന്നാൽ പിന്നെ എൻ്റെ കുഞ്ഞല്ലേ അരമന വീടിൻ്റെ അവകാശിയാവുക? നിർത്തിടാലിയ, മതി. നിന്റെ വയറ്റിലുള്ള പോലെ തന്നെ അതും എൻ്റെ കുഞ്ഞാണ്. അത് മറന്നാണ് നീ ഇപ്പോൾ ഓരോന്ന് പറയുന്നത്, വിനോദ് തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഇത്ര പെട്ടെന്ന് തളർന്നാലോ വിനു? നീ തന്നെയല്ലേ പറഞ്ഞത് ആ കുഞ്ഞും അതിൻ്റെ അമ്മയും നിനക്ക് ഒരു ബാധ്യതയാണെന്ന്? ഇപ്പോൾ അമ്മയുടെ ബാധ്യത തീർന്ന് അവൾ മറ്റൊരുത്തിൻ്റെ ഭാര്യയാണ്. പക്ഷേ ആ കുഞ്ഞ് അതിപ്പോഴും നിന്റെ ആണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അതിനെ കൊല്ലാൻ തന്നെയാണ് തോന്നുന്നത്. ആ, കുഴപ്പമില്ല, സമയമുണ്ടല്ലോ. വികൃതമായൊരു ചിരിയോടെ പറയുന്ന ഡാലിയെ കാണി വിനോദിനെ തലപെരുത്തു. ചെയ്തുപോയ തെറ്റിൻ്റെ വ്യാപ്തി അറിഞ്ഞ് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവൻ. രാവിലെ ബാത്റൂമിൽ നിന്ന് വൊമിറ്റ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് ആൽഫി ഉണർന്നത്. ഒരു നിമിഷം കാര്യം മനസ്സിലാകാതെ കിടന്നവൻ അടുത്ത സെക്കൻഡിൽ പിടഞ്ഞെഴുന്നേറ്റ് ബാത്റൂമിൻ്റെ ഡോറിൽ തട്ടി വിളിച്ചു. ഇമ, വാതിൽ തുറന്നേ. ആൽഫി വീണ്ടും വീണ്ടും വിളിച്ചു. കുഴപ്പമൊന്നുമില്ല ആൽഫിച്ച, ഇത് ഇടയ്ക്ക് ഇങ്ങനെയുള്ളതാണ്. വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്നവൻ്റെ മുഖം കാണി അല്ലി തളർച്ചയും ക്ഷീണം അടക്കി പിടിച്ച് മെല്ലെ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇമ്മ, ഡോറ് കുറ്റിയിടരുത് എന്ന്. ചോദിച്ചുകൊണ്ട് തന്നെ അവളെ ചേർത്ത് പിടിച്ച് പതിയെ പുറത്തേക്ക് കൊണ്ടുവന്ന് ബെഡിലിരുത്തിയവൻ. അത് പിന്നെ എനിക്ക് പല്ല് തേച്ചപ്പോൾ വൊമിറ്റ് ചെയ്യാൻ തോന്നിയതാണ് ആൽഫിച്ച. അവൻ്റെ മങ്ങിപ്പോയ മുഖം കാണി അല്ലി പറഞ്ഞു. നിനക്കിപ്പോഴും ഞാൻ ആരുമല്ലെന്നൊരു തോന്നലാണ് ഇമ, സങ്കടം നിറഞ്ഞ ശബ്ദത്തിൽ ആൽഫി പറഞ്ഞു. അല്ല ആൽഫിച്ച, അങ്ങനെയല്ല. എനിക്കിപ്പോഴും ഒന്നും വയ്യായിക വരില്ലല്ലോ. ഇതിപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ്. അവൻ്റെ ശബ്ദം ഒന്ന് മാറിയതുപോലും സഹിക്കാൻ വയ്യാതെ അല്ലി പറഞ്ഞു. നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒരു മടിയും കൂടാതെ എന്നോട് പറയണം. അതാണ് എനിക്ക് സന്തോഷം. അവളെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ആൽഫി പറഞ്ഞു. പറഞ്ഞോളാം. അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലി മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു. വിശക്കുന്നുണ്ടോ നിനക്ക്? താഴേക്ക് പോയാലോ? അവളുടെ മുഖത്തെ വെള്ളമൊക്കെ കൈവെള്ളം കൊണ്ട് തന്നെ തുടച്ചു കൊടുത്തിട്ട് ആൽഫി തിരക്കി. പോവാം ആൽഫിച്ച, എനിക്ക് വിശക്കുന്നുണ്ട്. അല്ലി സമ്മതിച്ചതും ആൽഫി അവളെയും കൂട്ടി താഴേക്ക് ഇറങ്ങി വന്നു. ചേട്ടത്തി, കഴിക്കാൻ എന്താ ഉള്ളത്? അല്ലിയെ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിനടുത്ത് കസാര വലിച്ചിട്ട് ഇരുത്തിയിട്ട് ആൽഫി ചോദിച്ചു. ഇടിയപ്പം മുട്ടക്കറിയും ആയി കുഞ്ഞെ, കഴിക്കാൻ ഇങ്ങോട്ട് എടുക്കട്ടെ? ചോദിച്ചുകൊണ്ട് ചേട്ടത്തി വാതിൽക്കൽ വന്നു നിന്നു. ആ, എടുത്തു ചേട്ടത്തി. ആൽഫി പറഞ്ഞതും അവരെല്ലാം എടുത്തുകൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിന് മേലെ കൊണ്ടുവന്ന് വെച്ചു. ആൽഫി തന്നെ പ്ലേറ്റ് എടുത്ത് വെച്ച് അതിൽ ഇടിയപ്പവും കറിയും വിളമ്പി ഒരു പിടി വാരിയെടുത്ത് അവൾക്ക് നേരെ നീട്ടി. കഴിക്കുമ? അവൻ നീട്ടിപ്പിടിച്ച കൈയിലേക്ക് നോക്കി നിറമിഴിയോടെ ഇരുന്നവളോട് ആൽഫി പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് വായ തുറന്ന് അത് സ്വീകരിച്ചല്ലി. ആൽഫി കുഞ്ഞെ, താഴെയുള്ള ഏതെങ്കിലും മുറിയിലേക്ക് മാറിക്കൂടെ നിങ്ങൾക്ക്? ഇവിടെയാണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചാൽ ഞാനും ഓടിയെത്തും. വയറും താങ്ങിപ്പിടിച്ച് അല്ലി എഴുന്നേൽക്കുന്നത് കണ്ട് ചേട്ടത്തി ചോദിച്ചു. നോക്കാം ചേട്ടത്തി, ഇപ്പോൾ 7ാം മാസം തുടങ്ങിയില്ലേ? കാലിലൊക്കെ നീര് വന്ന് തുടങ്ങി. എന്തായാലും ഉടനെ താഴേക്ക് മാറാം. അല്ലിയുടെ കാൽപാദത്തിൽ നോക്കിക്കൊണ്ട് ആൽഫി പറഞ്ഞു. നാളെ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ കാലിലെ നീരിൻ്റെ കാര്യം പറയണ കേട്ടോ ഇമ്മ? അവളുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ച് സിറ്റൗട്ടിലേക്ക് നടക്കുന്നതിനിടെ ആൽഫി പറഞ്ഞു. ഗർഭിണികൾക്ക് കാലിൽ നീരൊക്കെ വരും എൻ്റെ ആൽഫിച്ച. ഒരു ഡോക്ടറായിട്ട് കൂടെ ഈ ആൽഫിച്ചന് അതൊന്നും അറിയില്ലേ? അല്ലി ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈവണ്ണയിൽ കൈ ചുറ്റിപ്പിടിച്ചു. ഡോക്ടർ ആയാലും സ്വന്തം പെണ്ണിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം വരുമ്പോൾ ഏതൊരാളും ഒരു സാധാരണ മനുഷ്യൻ തന്നെ ആവോ ഇമ്മ? അവളെ ഇടത് കൈ കൊണ്ട് നെഞ്ചോരം ചേർത്ത് നെറുകിൽ മുകർന്നുകൊണ്ട് ആൽഫി പറഞ്ഞു. ഞങ്ങൾക്ക് ഈ ജന്മം കിട്ടിയ ഏറ്റവും വലിയ പുണ്യമാണ് ആൽഫിച്ചൻ. ഇടതു കൈ കൊണ്ട് വയറിൽ തലോടി ഒരു നിർവൃതിയോടെ മുഖം അവൻ്റെ ഇടനെഞ്ച് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അല്ലി. അവളുടെ കൈക്കുമേലെ കൈ ചേർത്ത് വെച്ച് ആ കുഞ്ഞു ജീവനെ തഴുകി തലോടിക്കൊണ്ട് തന്നെ
അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. ആ നിമിഷത്തിൻ്റെ മനോഹാരിത ചോരാതെ കണ്ണുകൾ അടച്ചു നിന്നു ആൽഫിയും. ദിവസങ്ങൾ കടന്നു പോവേ അല്ലി ആൽഫിയോട് കൂടുതൽ കൂടുതൽ അടുത്തു തുടങ്ങിയിരുന്നു. അതിന് കാരണം ആൽഫിക്ക് അവളോടും കുഞ്ഞിനോടുമുള്ള കരുതലും സ്നേഹം തന്നെയായിരുന്നു. 1.5 വർഷക്കാലം വിനോദിൻ്റെ ഭാര്യയായിരുന്നവൾ അന്നോ അതിനു മുമ്പോ അറിഞ്ഞിട്ടില്ലാത്ത മധുരമേറിയ ഒരു പ്രണയകാലത്ത് കൂടിയായിരുന്നു ഇപ്പോൾ കടന്നു പോകുന്നതും. ആൽഫിയും അല്ലിയും അവർക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞും. അങ്ങനെ ആർക്കും അവരെ കാണുമ്പോൾ തോന്നുമായിരുന്നുള്ളൂ. അത്രയേറെ കരുതലോടെ, സ്നേഹത്തോടെ, പ്രണയത്തോടെയായിരുന്നു ആൽഫി അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കുന്നത്. എൻ്റെ കുഞ്ഞിങ്ങ് വരാനായി. എന്നിട്ട് അമ്മച്ചയും അപ്പനെയും കണ്ടിട്ട് ആൻറ്റിക്ക് തിരികെ വരാനായില്ലേ? ഒരു ദിവസം വൈകിട്ട് സെലിനെ കാണാൻ അച്ചാർ കമ്പനിയിലെത്തിയ ആൽഫി പിണക്കത്തോടെ ചോദിച്ചു. എടാ ചെറുക്ക, കുഞ്ഞ് വരും മുമ്പ് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിരിക്കും. അല്ലടാ, നിന്റെ പിണക്കം കണ്ടാൽ ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് വർഷങ്ങളായതുപോലെ ഉണ്ടല്ലോ. ആൽഫിയുടെ കയ്യിൽ കളിയായി തല്ലിക്കൊണ്ട് സെലിൻ തിരക്കി. എന്നിട്ടിപ്പോൾ വരാഞ്ഞതെന്താ? വാവ വരാൻ കുറച്ച് ദിവസമേ ഉള്ളൂ. ഇമ്മയാണെങ്കിൽ ആൻറ്റി ഇന്ന് വരും നാളെ വരും എന്നും പറഞ്ഞ് പ്രതീക്ഷയോടെ ഇരിപ്പാണ്. ടേബിളിൽ കൈതാങ്ങി ചാഞ്ഞിരുന്നു കൊണ്ട് ആൽഫി പറഞ്ഞു. അടുത്ത ആഴ്ച ഞാൻ അവിടെ കാണും. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ ആൻറ്റിക്ക് അഡ്മിറ്റ് പറഞ്ഞിരിക്കുന്നത്? ചോദിച്ചുകൊണ്ട് അവൻ്റെ പിണക്കം നിറഞ്ഞ മുഖത്തേക്ക് വാത്സല്യത്തോടെ നോക്കി സെലിൻ. ആ, ആണെന്ന് തോന്നുന്നു, അവൻ അലസമായി പറഞ്ഞു. ഡാ ചെറുക്ക, ഒരു കുഞ്ഞിൻ്റെ അപ്പനാകാൻ പോകുന്നു എന്നൊന്നും ഞാൻ നോക്കില്ല. നല്ല പെടവെച്ചു തരും അവൻ്റെ ഒരു പിണക്കം. കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞതും പിണക്കം നിറഞ്ഞു നിന്ന മുഖം മെല്ലെ തെളിഞ്ഞു വന്നത് സെലിൻ ഒരു ചിരിയോടെ നോക്കിയിരുന്നു. ഈ സൺഡേ ആൻറ്റി അങ്ങ് വരാമെടാ, അല്ലി കൊച്ചിനോട് കൂടെ പറഞ്ഞേക്ക്. സെലിൻ പറഞ്ഞത് കേട്ട് ഒരു ചിരിയോടെ കസാരി ചാഞ്ഞിരുന്നു ആൽഫി. എഴുന്നേറ്റ് വീട്ടിലേക്ക് പോടാ. മാസം തികഞ്ഞ പെങ്കൊച്ചും ചേട്ടത്തി മാത്രമല്ലേ അവിടെയുള്ളൂ? പെട്ടെന്ന് ഓർത്തതുപോലെ സെലിൻ പറഞ്ഞു. അല്ലെന്നേ, ബിന്ദു അമ്മ വന്നിട്ടുണ്ട്. രാത്രി ഞാൻ കൊണ്ടുപോയി തിരികെ വിടാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ആൽഫി മെല്ലെ പറഞ്ഞു. എന്നാൽ പിന്നെ അവരോട് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറയടാ. ഡെലിവറിയൊക്കെ കഴിഞ്ഞ് പോകാമെന്ന് പറയാ ആൽഫി. എനിക്കും അതൊരു ധൈര്യമാവും, സെലിൻ ആലോചനയോടെ പറഞ്ഞു. അത് വേണ്ട ആൻറ്റി, ബിന്ദു അമ്മ അവരുടെ ഇഷ്ടത്തോടെ നിൽക്കുവാണ് എങ്കിൽ ഓക്കെ, അല്ലാതെ അങ്ങോട്ട് ചോദിച്ച് നിൽക്കണ്ട. എന്തൊക്കെയോ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് ആൽഫി പറഞ്ഞു. എടാ, അല്ലി പ്രസവിച്ചത് ആരായാലും അവളെ വളർത്തി വലുതാക്കിയത് ബിന്ദുവാണ്. അത് മറന്നു പോകരുത് ആൽഫി. ആര് പറഞ്ഞു മറന്നുവെന്ന്? ഒരിക്കലും മറക്കില്ല. അവരവളെ ഒരു വേർതിരിവ് കാട്ടാതെ കഴിഞ്ഞ കുറേ കാലം മുമ്പ് വരെ ഒരു സംശയത്തിന് പോലും ഇട കൊടുക്കാതെയല്ലേ അവളെ നോക്കിയത്. അതിൻ്റെ എല്ലാ സ്നേഹവും എനിക്ക് അവളോടുണ്ട്, ആൽഫി ഒരു ചിരിയോടെ പറഞ്ഞു. എന്നാൽ ഞാൻ പോയേക്കുക. ആൻറ്റി സൺഡേ അങ്ങോട്ട് എത്തിയേക്കണം, അല്ലെങ്കിൽ ഞാൻ ഒരു വരവങ്ങ് വരും തൈവേലിക്കലേക്ക്. ആൽഫിയുടെ ചിരിയും കളിയും വർത്തമാനവും കുറുമ്പൊക്കെ കണ്ട് സന്തോഷത്തോടെ നോക്കി നിൽക്കുമായിരുന്നു സെലിനോട് വീട്ടിലേക്ക് പോകാനായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൽഫി പറഞ്ഞു. ഞാനിങ്ങ് വന്നേക്കാം, നീ പോയി കൊച്ചിനോട് പറഞ്ഞേക്ക്. കാറിലേക്ക് കയറുന്നവനോട് സെലിൻ വിളിച്ചു പറഞ്ഞു. മോളിന്ന് ഇത്തിരി കൂടുതൽ നടന്നല്ലോ. ചായ കുടിയൊക്കെ കഴിഞ്ഞ് മുറ്റത്ത് നടക്കുകയായിരുന്ന അല്ലിയോട് മറിയച്ചേട്ടത്തി തിരക്കി. പെണ്ണിന് മടിയാണ് ചേട്ടത്തി, ഇതിപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞ് നടത്തിച്ചതാണ്. സിറ്റൗട്ടിലേക്ക് അവളെ കൈപിടിച്ച് കയറ്റുന്നതിനിടെ ബിന്ദു പറഞ്ഞു. എന്നും ആൽഫിച്ച് എന്നെ നടത്തിക്കും, പക്ഷെ അമ്മ പറഞ്ഞതുപോലെ വഴക്കൊന്നും പറയൂല. മുഖം ചൊളിച്ചുകൊണ്ട് അല്ലി പറയവേ പുറത്ത് കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ആൽഫിച്ചിൻ്റെ കാറല്ലല്ലോ ചേട്ടത്തി, വേറെ ആരോ വന്നതാണ്. കാറിൻ്റെ ശബ്ദം കാതോർത്ത് നിന്ന അല്ലി പതിയെ സെറ്റിയിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. ആരാന്ന് ഞാൻ നോക്കട്ടെ. തൈവേലിക്കൽ ആൽഫിമോൻ്റെ അപ്പനും മക്കളുമൊക്കെ വന്നിട്ടുണ്ട്. ഇനി അവർ ആരേലും ആണോ ആവോ? സ്വയം പറഞ്ഞുകൊണ്ട് മറിയച്ചേട്ടത്തി വാതി തുറക്കാനായി പോയി. നീ ഈ വെള്ളം കുടിക്കല്ലേ. കുറച്ച് ഇളംചൂട് വെള്ളം ഗ്ലാസ്സിലൊഴിച്ച് അവൾക്ക് നേരെ നീട്ടുമ്പോഴാണ് മറിയയ്ക്ക് പിന്നാലെ അകത്തേക്ക് കയറുന്നവരെ അല്ലി കണ്ടത്. മോളെ കാണാനാണെന്ന് പറഞ്ഞു, അതാ ഞാൻ ഇവരെ അകത്തേക്ക് വിളിച്ചത്. അല്ലിയുടെ പകച്ച നോട്ടം കണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി വേവലാതിയോടെ മറിയ പറഞ്ഞു. അത് എനിക്കറിയാം, നന്നായി അറിയുന്നവർ തന്നെയാണ്. തൻ്റെ വയറിലേക്ക് തന്നെ ഉറ്റുനോക്കി അടുത്തേക്ക് വന്ന വനജയെയും അവർക്ക് പിന്നിലായി വല്ലായ്മയോടെ നിൽക്കുന്ന പ്രഭാകരനെയും കണ്ട് അസ്വസ്ഥമായ മനസ്സോടെ അല്ലി മെല്ലെ എന്നോണം പറഞ്ഞു. എന്നാൽ ഞാൻ കുടിക്കാൻ എടുക്കാം കുഞ്ഞെ. പറഞ്ഞിട്ട് മറിയ അടുക്കളയിലേക്ക് പോയെങ്കിലും ബിന്ദു ഇവരിവിടെ എന്താ എന്ന ഭാവത്തിൽ നിന്നു. തങ്ങളെ കണ്ട് മങ്ങിയ മുഖത്തോടെ നിന്ന അല്ലി പുറത്തൊരു കാറിൻ്റെ ശബ്ദം കേൾക്കി ചിരി നിറഞ്ഞ മുഖത്തോടെ വേഗം വാതിൽ തുറക്കാൻ പോയത് കണ്ട് വനജ മുഖം തിരിച്ച് പ്രഭാകരനെ നോക്കി. ആൽഫിമോൻ വന്നു, അതാണ് പെണ്ണിൻ്റെ ഈ ഓട്ടം. അല്ലി ധൃതിയിൽ വാതിലിനടുത്തേക്ക് പോകുന്നത് കണ്ട് വീഴ്ച നോക്കിയിരുന്ന വനജയോട് ബിന്ദു പറഞ്ഞു. ബിന്ദു ചിരിയോടെ പറയുന്നത് കേട്ട് വനജ മുഖം തിരിച്ച് പ്രഭാകരനെ ഒന്ന് നോക്കി.
നമുക്ക് ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ ഇമ്മക്കുട്ടി. ആരാ വന്നത്? അവളെ ചേർത്ത് പിടിച്ച് വീടിനുള്ളിൽ കയറുമ്പോൾ ആൽഫി അവളുടെ കാതോരം തിരക്കി. അരമന വീട്ടിലുള്ളവരാണ് ആൽഫിച്ച. വല്ലായ്മയോടെ മുഖം കുനിച്ചുകൊണ്ട് അല്ലി പറഞ്ഞു. അതിന് എൻ്റെ കൊച്ച് എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നേ? അവർ നമ്മുടെ ഗസ്റ്റല്ലേ. പറഞ്ഞുകൊണ്ട് തന്നെ അവളെ ചേർത്ത് പിടിച്ച് ഹാളിലേക്ക് കയറി വന്നു ആൽഫി. അല്ലിയെ പൊതിഞ്ഞു പിടിച്ചുള്ള ആ വരവ് കാണി വനജയുടെ മുഖമൊന്ന് ഇരുണ്ടു. അച്ചടക്കവും മുതിർന്നവരോട് സ്നേഹവും ബഹുമാനവും ഒക്കെയുള്ളൊരു പെൺകുട്ടി. അവളെയും പിറക്കാനിരിക്കുന്ന ആ കുഞ്ഞിനെയും വിനു നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നോർത്ത് പ്രഭാകരന് സങ്കടമാണ് തോന്നിയത്. അമ്മേ, അച്ഛ, ഇതാണ് ആൽഫിച്ചൻ. ചിലപ്പോൾ അച്ഛന് അറിയുമായിരിക്കും. ഇരുണ്ട മുഖത്തോടെ ഇരിക്കുന്ന വനജയോടും അവളെ വാത്സല്യത്തോടെ നോക്കിയ പ്രഭാകരനോടുമായി അല്ലി പറഞ്ഞു. അച്ഛനറിയാം മോളെ, ഞാൻ കണ്ടിട്ടുണ്ട്. ചിരിയോടെ ആൽഫിക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് പ്രഭാകരൻ പറഞ്ഞു. അങ്കിളിരിക്കും. കണ്ടിട്ടില്ല എങ്കിലും ഇമ പറഞ്ഞു കേട്ട് എനിക്ക് രണ്ടാളെയും നല്ല പരിചയമുണ്ട്. അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ആൽഫിയും പറഞ്ഞു. ഇമയോ? വനജ കൂർത്ത മുഖത്തോടെ ആലിയുടെ സന്തോഷം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി. അല്ലിയെ ആൽഫി മോൻ ഇമ എന്നാണ് വനജ വിളിക്കുന്നത്. വനജയുടെ മുഖത്തെ കടുപ്പം കണ്ട് ഒരു പുച്ഛത്തോടെ ബിന്ദു പറഞ്ഞു. ഡെലിവറി ഇങ്ങ് അടുത്തില്ലേ മോളെ? എന്നാണ് കറക്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്? വനജയുടെ മുഖത്തെ കടുപ്പം കാണി അവരെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് അയാൾ അല്ലിയോട് തിരക്കി. 2 ആഴ്ച കൂടെയുണ്ട് അച്ഛ, അല്ലി പുഞ്ചിരിയോടെ പറഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ ആളിങ്ങ് എത്താൻ ഇനി 17 ദിവസമല്ലേ ഇമ? ചോദിച്ചുകൊണ്ട് വാത്സല്യം നിറഞ്ഞ മിഴികളോടെ അവളുടെ വയറിലേക്ക് നോക്കി ആൽഫി പറഞ്ഞു. അല്ലി പ്രസവ സമയത്ത് ഞാൻ ആശുപത്രിയിൽ വന്നേക്കാം കേട്ടോ. കുഞ്ഞിനെ ആദ്യമായി കയ്യിൽ വാങ്ങേണ്ടത് ഞാനല്ലേ? ആൽഫി കൃത്യമായി ദിവസം വേണ്ടി പറഞ്ഞത് ഇഷ്ടമാവാതെ വനജ കുശുമ്പോടെ ചോദിച്ചു. അതെങ്ങനെ ശരിയാകും അമ്മേ? ഈ കുഞ്ഞ് പുറത്തു വരുമ്പോൾ അതിൻ്റെ അപ്പൻ ഇരുകൈയും നീട്ടി വാങ്ങും. അല്ലെങ്കിലും അതാണല്ലോ നാട്ടു നടപ്പ്. വനജയുടെ വർത്തമാനം കേട്ട് ദേഷ്യം കടിച്ചു പിടിച്ചിരുന്ന ആൽഫിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അല്ലി പറഞ്ഞു. അത് ശരിയാണ് അല്ലേ പ്രഭേട്ട? നമ്മൾ ആശുപത്രിയിലേക്ക് വരുമ്പോൾ വിനോദിനെ കൂടെ കൂട്ടാൻ നോക്കാം. വിനു വരാൻ ആ ഡാലിയെ സമ്മതിക്കുമോ എന്നൊരു ആശങ്കയോടെ വനജ പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ കാണാനും കയ്യിൽ വാങ്ങാനും അരമന വീട്ടിലെ വിനോദ് പ്രഭാകരൻ എന്തിനു വരണം? എൻ്റെ കുഞ്ഞിനെ കൈനീട്ടി വാങ്ങാൻ അതിൻ്റെ അപ്പനുണ്ട്. എൻ്റെ ഇച്ഛ വാങ്ങിയാൽ മതി നമ്മുടെ വാവയെ. വനജയുടെ വർത്തമാനം കേട്ട് മാറിയ മുഖത്തോടെ ആൽഫിയുടെ നെഞ്ചോട് ചേർന്ന് അല്ലി പറഞ്ഞു. അവളുടെ ഇച്ഛ വിളി കേട്ട് സന്തോഷം തോന്നിയെങ്കിലും വിറയ്ക്കുന്ന അല്ലിയുടെ ദേഹം നെഞ്ചോരം ചേർത്ത് ആൽഫി ആ സ്ത്രീയെ രൂക്ഷമായി നോക്കി. വനജെ, അല്ലി പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയ പ്രഭാകരൻ ഒരു താക്കീതോടെ വിളിച്ചു. നീ ഒരു കാര്യം മനസ്സിലാക്കണം അല്ലി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അപ്പൻ ചമഞ്ഞാലും ഈ കുഞ്ഞ് എൻ്റെ മകൻ്റേത് ആവാതെ ഇരിക്കില്ല. അവളാ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ പ്രഭാകരൻ വിളിച്ചതുപോലും ശ്രദ്ധിക്കാതെ പൊട്ടിത്തെറിച്ചുകൊണ്ട് വനജ അല്ലിക്ക് നേരെ ചീറി. ഇവരെ പോകാൻ പറയാൻ ആൽഫിച്ച. എനിക്ക് ആരെയും കാണണ്ട. നമ്മുടെ കുഞ്ഞിനെയും ഇവർ കാണണ്ട. ഇവരുടെ മോൻ കൊല്ലാൻ പറഞ്ഞ കുഞ്ഞാണിത്. അതിനെ ആരും കാണണ്ടെന്ന് പറയും. വിറച്ചുകൊണ്ട് പറയുന്നവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആൽഫി ദേഷ്യത്തിൽ വനജയ്ക്ക് നേരെ തിരിഞ്ഞു. അങ്കിള്, ഈ സ്ത്രീ ഇവരെ ഒന്ന് കൊണ്ടുപോകാമോ? ഇമയെ ടെൻഷനാക്കരുത്. അല്ലെങ്കിൽ തന്നെ പ്രഷർ അല്പം കൂടുതലാണ് അവൾക്ക്. അല്ലിയെ തലോടി ആശ്വസിപ്പിക്കുമ്പോൾ തന്നെ ആൽഫി അയാളോട് പറഞ്ഞു. അല്ലി മോള് വിഷമിക്കേണ്ട. നിന്റെ മനസ്സ് നോവിക്കാൻ ഇവളിനി വരില്ല കേട്ടോ. വനജയെ കൊല്ലാനുള്ള ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് അയാൾ അവളുടെ തലയിൽ മൃദുവായി തലോടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് അച്ഛനോടോ അമ്മയോടോ പിണക്കമൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞ് അത് എൻ്റെ ആൽഫിച്ചൻ്റെ കുഞ്ഞ് ആയാൽ മതി. അങ്ങനെ മാത്രം മതി. അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി ചേർന്ന് പറയുന്ന ആ പെണ്ണിനെ കാണി അയാൾക്ക് വേദന തോന്നി. ആ മനസ്സ് തൻ്റെ മകൻ എത്രമാത്രം മുറിവേൽപ്പിച്ചു എന്നും മനസ്സിലായതുപോലെ അയാൾ നിറഞ്ഞ കണ്ണുകൾ ഒന്ന് ചിമ്മി അടച്ച് അല്ലി പറഞ്ഞ് സമ്മതിച്ചുകൊണ്ട് തലയാട്ടി. അമ്മ വേഗം റെഡിയാവ്. ഇമയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അവൾക്ക് തീരെ വയ്യ. വനജയ്ക്ക് പോയി കഴിഞ്ഞ് അല്ലിക്ക് തീരെ വയ്യെന്ന് തോന്നിയിട്ട് വെപ്രാളത്തോടെ അവൻ ബിന്ദുവിനോട് പറഞ്ഞു. എന്താ മോനെ എൻ്റെ കുഞ്ഞിന് പറ്റിയത്? ഡോക്ടർ പറഞ്ഞ ഡേറ്റിന് ഇനി 10-17 ദിവസമുണ്ടല്ലോ ഈശ്വര. നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് അവർ വേഗം പോയി സെലിനും മറിയും കൂടെ തയ്യാറാക്കി വെച്ചിരുന്ന ബാഗുകളും എടുത്ത് വന്നപ്പോഴേക്കും ആലിയെ കാറിലേക്ക് കയറ്റിയിരുത്തി കഴിഞ്ഞിരുന്നു ആൽഫി. ബാഗുകളൊക്കെ ഡിക്കിയിൽ വെച്ചിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുമ്പോൾ ആൽഫിയുടെ കണ്ണുകളിൽ നനവൂറി, കൈകൾ വിറച്ചു. സെലിനെ വിളിച്ചോ മോനെ? കോ ഡ്രൈവിംഗ് സീറ്റിൽ തളർന്നു ചാഞ്ഞു കിടക്കുന്ന ആലിയെ നോക്കി ചെറിയൊരു പേടിയോടെ ബിന്ദു ചോദിച്ചു. വിളിച്ചു. ആൻറ്റിയും ബിനോയും ഹോസ്പിറ്റലിൽ എത്തിക്കോളാം എന്ന് പറഞ്ഞു. പറയുമ്പോൾ അവൻ്റെ ശബ്ദം പോലും വിറയ്ക്കുന്നതറിഞ്ഞ് അല്ലി മുഖം ഉയർത്തി അവനെ നോക്കി. പിന്നെ കൈയെത്തിച്ച്
അവൻ്റെ വിറയ്ക്കുന്ന വിരലുകളിൽ മൃദുവായൊന്ന് തലോടി. വാവ വരാനായിട്ടില്ല. ഇപ്പോൾ ടെൻഷനായതുകൊണ്ടാണ് ഈ ക്ഷീണവും വയ്യായ്കയും. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തും കേട്ടോ, പേടിക്കണ്ട കേട്ടോ. അല്ലിയുടെ തളർന്നുള്ള കിടപ്പ് കാണെ അലിവോട് ആൽഫി മെല്ലെ പറഞ്ഞു. എനിക്ക് പേടിയൊന്നുമില്ല. ആൽഫിച്ചൻ വിഷമിക്കാതെ ഇരുന്നാൽ മതി. പതിഞ്ഞ ശബ്ദത്തിൽ അല്ലി പറഞ്ഞു. വാവ എപ്പോൾ വന്നാലും എനിക്ക് സന്തോഷമാണ് ആൽഫിച്ച. വാവ വരുമ്പോൾ ആദ്യം ആൽഫിച്ചൻ തന്നെ കയ്യിൽ വാങ്ങണം. ഈ ഒരാൾ കഴിഞ്ഞ് എനിക്ക് പോലും ആ കുഞ്ഞിൽ അവകാശമുണ്ടാവൂ. അവനെന്നും മനസ്സിൽ സ്വപ്നം കണ്ട നിമിഷത്തിലൂടെയുള്ള ആ യാത്രയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുവോളം അല്ലി അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു.